എന്താ ഭാവിയെ കഷ്ടമാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ പറമ്പിലേക്ക് ഇറങ്ങിക്കാണ്. അങ്ങനെയല്ല എന്തെങ്കിലും കൂട്ടാണ്ടോന്ന്. പറമ്പിൽ എന്തെങ്കിലും ഭാവിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ പറമ്പിൽ നിന്ന് ഓരോ സാധനങ്ങൾ പറിച്ചിട്ട് കൂട്ടാണ്ടാക്കൂലേ, അങ്ങനത്തെ ഭാവിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ ഇറങ്ങുകയാണ് ഞങ്ങൾ. അല്ല ഭാവിയെ എല്ലാം വലിയ മുടക്ക പോണേ, മുറുക്കാൻ വേണ്ടത്തൊന്ന് തുപ്പാന്. പറമ്പൊക്കെ പുല്ലൊന്തി കാടും പൊന്തി അയക്കണ് അല്ലേ. എന്താ ഭാവിയെ ശരിക്കും ആന നിൽക്കുന്ന വീഡിയോയിൽ കാണുമ്പോൾ ഫോറസ്റ്റിൽ നിൽക്കണ പോലെ അല്ലേ. ആ കൂട്ടാൻക്ക് വന്നിട്ട് ഒരു ചക്കയാണ് കിട്ടിയത്, ചക്കൊപ്പേരി ഉണ്ടാക്കാൻ. ബാക്കിയുള്ള ചക്കകളൊക്കെ മൂത്തൊക്കെയാണ് കേട്ടോ. മുള്ളു വിരിഞ്ഞാലല്ല ഭാവി ചക്ക മൂത്തെന്നറിയാം. ഇത് ഇത്തിരി ടാസ്ക്കാണ് ഇതിന് ചക്ക ഇടാൻ. ഇതിമത്തെ ചക്ക അങ്ങനെ ആരും എടുക്കലില്ല, വെറുതെ നാശമായി പോക്കാണ്. ചക്ക ആരും ഇടലില്ല. ഭാവിയാ ചക്ക ഇവള് ഇന്നലെ പറയുന്നുണ്ട് പാടത്തേക്ക് ഇറങ്ങണമെന്ന്. വെള്ളം നമ്മള് നാളെ പൊന്നാങ്കണ്ണി പൊട്ടിക്കാൻ വരും, അപ്പം ഇറങ്ങട്ടാ. ആ നാളെ വരും. ഇന്ന് ടൈം ചെയ്യാ. ഇന്ന് ചക്ക കൂട്ടാന്, നാളെ പൊന്നാങ്കണ്ണി കൂട്ടാന്. ഓക്കെ നോക്കി നടക്കേ. ബേബി താഴെ നോക്കി നടക്കേ, മുളൊക്കെ ഉണ്ട് അവിടെ. വീഡിയോ എടുക്കാൻ ചക്ക ഏറ്റി പോണ ഭാബി. ചക്ക കണ്ടു, ഞങ്ങളെ മൂന്ത കണ്ടു. കുണ്ടൻകാല, അതെന്ത് കാല? ചെരുപ്പാണ് കുണ്ടൻ ചെരുപ്പ്. ചക്ക തിന്നാട്ടല്ല, പച്ച ചക്കയാണത്. തിന്നണ ചക്ക അല്ലാന്ന്. അമ്മ വെളിച്ചെണ്ണ ആക്കിക്കൂടെ ഇന്നു? പൊളിച്ചിടുള്ളൂ, ബാക്കി പണി ഞാൻ വന്നിട്ട് എടുക്കുള്ളൂ. എവിടെ വന്നിട്ട്? ഒറ്റ വെട്ടിന് 2 തുണ്ട്. ചക്ക വെട്ടാൻ അറിയില്ല. അല്ല ഭവ്യം വീഡിയോ പണ്ട് ഒന്നെ കാൽമക്കാക്കല്ലോ മമ്മിയ. പിന്നെ എന്റെ കുട്ടിക്ക് എങ്ങനെയുണ്ട് കുറച്ച് സ്നേഹം ഇവിടെ. മുതലിയല്ലോ തൊടണ്ടട്ടാ. ഇതില് വെളിഞ്ഞിന് കൊറേ അത്യാവശ്യം ഉണ്ടല്ലേ. ആ ചെമ്പട്ടിയിലാക്കിക്കണല്ലേ. ചെമ്പട്ടി വാ പോവാ. ലെറ്റ്സ് ഗോ. നടന്നോടുന്നാല്. അങ്ങനെ ചക്കടലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തൊട്ടടുത്തൊരു പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന കടയൊക്കെ വന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് പ്രിൻ്റ് ഔട്ട് എടുക്കാണ്ടായിരുന്നു, അപ്പം അതിനും വേണ്ടി വന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും അവൾക്ക് ക്ലാസ്സിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയെന്നപ്പോഴേക്കും ചക്ക
താത്തയും ബാബിയും കൂടെ അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. ബാബി ഇതിൻ്റെ ഇടയിൽ ക്ലാസ്സിൻ്റെ ടൈമായപ്പം പോയതാണ്. ഇത് കൂട്ടാനൊക്കെ എന്താ വിചാരിക്കണേ? പെരിയ ഈ ചക്കയാണോ പൊരിക്കല്, അല്ലെങ്കിൽ ഇതിന് മൂക്കണോ? അങ്ങനെ അതാ ചക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെക്കുമ്പോൾ ഒരു കുക്കർ ചക്ക ഉണ്ട്, വേവുമ്പോൾ എത്രയെന്ന് കാണാം. ഇതിലെന്തൊക്കെ ഇട്ട് ബാബിയെ? ഒന്ന് ഉറക്കെ പറഞ്ഞൂടെ? ഉപ്പും മഞ്ഞളും. ഞങ്ങളെ കുക്കർ വെറൈറ്റിയാണ്, കയ്യും കാലൊന്നുമില്ല. വാവ്, ഇതെന്താ കിട്ടിയല്ലോ, ഇട്ടത്ര തന്നെ എപ്പോഴും ഉണ്ടല്ലോ. അങ്ങനെ ചക്ക കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ചക്ക കൂട്ടാനല്ല കേട്ടോ, ചക്ക കൊണ്ടുണ്ടാക്കിയ ഉപ്പേരിയാണ്. അപ്പോൾ ഇനി ലാസ്റ്റ് അതൊന്ന് വറവിട്ടെടുക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുകും പിന്നെ ചുവപ്പ് മുളക്, ഉണക്കമുളക് ഉണ്ടല്ലോ, ഒക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൊതുവെ ഇങ്ങനത്തൊന്നും കൂട്ടാത്ത ആളാണ്, പക്ഷെ അത് എന്താ അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടാക്കി. കരിയപ്പ് വെളിച്ചെണ്ണ ഇടൂല, ചൂടുള്ള വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഒഴിച്ചെടുക്കല്ലേ. ടിക്കറ്റിനുള്ള പൈസയായി. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിത്തെ ഫുഡ് കഴിക്കുകയാണ്. ഭാവി ഉണ്ടാക്കി തന്ന നല്ല ഞങ്ങൾ അധ്വാനിച്ച് മരത്തുമ്മ പോയി. ഭാവി മരത്തുമ്മ കയറാതെ മരത്തുമ്മ പോയിട്ട് ഇട്ട് വെട്ടിക്കൊടുന്ന ചക്കപ്പേരി, അച്ചാറ്, ഇതിൻ്റെ ഇടയിൽ മറ്റേതിൻ്റെ കറിയുണ്ട്, പപ്പായക്കറി ഉണ്ട്. പക്ഷെ ഇവരണ്ടാളും തീരെ കോമ്പിനേഷൻ ഇല്ല. അല്ല ബേബി, ഇതതിന്റെ ബ്ലൂ ആക്ക് മതി. ബ്ലൂ ആക്കിയട്ടാ, ഇനി മോട്ടി ഫുഡ് കഴിക്കട്ടെ. എന്താ നിങ്ങക്ക് പറയാള്? അതിനാ നിക്കണല്ലേ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓരോ ഭാഗത്ത് സൈഡായിട്ടോ. ഇയാൾ പിന്നെ ഉച്ചക്ക് ഉറങ്ങാത്ത കാരണം ഇയാൾക്ക് പിന്നെ റെസ്റ്റ് ഒന്നുമില്ല, രാത്രി ആ ഒരു നേരം ഉറങ്ങുള്ളൂ. ഇന്നത്തെ പരിപാടി ഇപ്പോൾ ടാബിൽ പാട്ടിട്ടിട്ട് അതുപോലെ കളിക്കുകയാണ് കേട്ടോ. കുട്ടികൾ സ്കൂളിലൊക്കെ കളിച്ച വീഡിയോസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിട്ടിട്ട് അതുപോലെ കളിക്കുകയാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന് ഡാൻസ് കളിക്കണതൊക്കെ. അപ്പോൾ ആ കുട്ടികൾ കളിക്കുന്ന പോലെ കളിക്കുകയാണ്. ഉച്ചക്ക് നല്ല ഗൗസുള്ള കൂട്ടാനൊന്നുമില്ല, അതുകൊണ്ട് രാത്രി നമ്മള് നല്ല ഫ്രഷ് മാങ്ങ കിട്ടി. ഉച്ചക്ക് ചക്കയാണെങ്കിൽ രാത്രി മാങ്ങ, അതാണ് ഞങ്ങളുടെ സിസ്റ്റം. അതാണ് ഓക്കെ. ഞങ്ങള് വീട്ടിൽ വയറിന് നല്ല സുഖമാണ് ഉച്ചക്കായിട്ടും രാത്രിയായിട്ടും. ആയിക്കോട്ടെ, തുറന്നു കൊടുത്താല് നമ്മളെ മുസ്ലിമ വൈകുന്നേരം പോയിട്ട് മാങ്ങ നമുക്ക് ഇത് ഉണ്ടാക്കാം, ജ്യൂസാക്കാം. നേർച്ചക്ക് കൊടുന്ന ഐസ്ക്രീം. ഹലോ, സൗണ്ട് ഉണ്ടാക്കല്ലേ വീഡിയോ എടുക്കുമ്പോ? നേർച്ചക്ക് കൊടുന്ന ഒരു പാക്ക് ഐസ്ക്രീം അവിടെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ജ്യൂസാക്കാം. ഐസ് ക്യൂബ് കണ്ട് മാങ്ങ ജ്യൂസ് അടിക്കണ ആരെയും കണ്ടുക്കണോ? ഞങ്ങള്. പിന്നെ ഒരു കാര്യം, ഉച്ചക്ക് ചിക്കനും മട്ടനും കൊണ്ടക്കാളും ഇങ്ങോട്ടെന്താണ് നിങ്ങളെ ചക്കക്കൂട്ടാൻ കണ്ടിക്കണ മതിയ? ചക്ക അടിപൊളിയായിരിക്കും. ഒരു കുക്കർ നിറച്ചുണ്ടായിരുന്നു ഗൈസ്, അത്
രാത്രി ആയപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അതിന് ബാക്കി ഞാനും തിന്നുന്നതാണ്. അതെ അതാണ് ചിക്കനും മട്ടനും പോണക്കാട്ടി നല്ല കൂലി. അതാണ് അതിനാണ് പിലാക്കോയി. പിലാക്കോയ്യ ഹലോ രസമായിട്ട് തോന്നണേ അത്. അതന്നെ നിങ്ങൾ തുടങ്ങിക്കോളി. അപ്പൊ ഇനി ജ്യൂസ് അടിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ. അങ്ങനെ ഇടക്കൊരു പീസൊക്കെ തിന്ന് പോവും. ഈ മാങ്ങ നല്ല ടേസ്റ്റുള്ള ഒരു മാങ്ങ കേട്ടോ. ഇത് നമ്മളെ മുറ്റത്തുള്ളത് മൂവാണ്ടൻ മാങ്ങയാണ്. പക്ഷെ ഇത് കുറച്ച് അപ്പുറമുള്ള മാങ്ങയാണ്. ഇതെന്താണ് കിളിച്ചുണ്ടനോ? അല്ല, ഇത് കിളിച്ചുണ്ടനല്ല. ഇത് ഒട്ടുമാവ് പറഞ്ഞിട്ട് എൻ്റെ മൂത്തമ്മ ആരോ കൂടെ വാങ്ങി വെച്ചതാണ്. ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ? പഴുത്താലും ഇതിനൊരു കറ വന്നിക്കാണ്ടാണ് ഈ ഇതിന്റെ പഴുപ്പുമത്. പക്ഷെ ഇത് ജ്യൂസ് അടിച്ചാല് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഫ്രൂട്ടിയൊക്കെ കുടിക്കണതിന്റെ ആ ഒരു രുചിയാണ് കേട്ടോ. മാങ്ങ കുഞ്ഞു മാങ്ങയാണ്, നല്ല ടേസ്റ്റ്, നല്ല മധുരം ഉണ്ടാവും. കറ ഉള്ള കാരണം നമ്മള് ചിലവർക്ക്, എല്ലാവർക്കും ഉണ്ടെന്ന് അറിയില്ല, ചിലവർക്ക് ഇത് പഴുത്ത് തിന്നുമ്പോ, പഴുത്ത പീസ് കഴിക്കുമ്പോ ചങ്ക് ഇങ്ങനെ കാറിക്കൊണ്ട് വെക്കും. പക്ഷെ ഇത് ജ്യൂസ് അടിച്ചാല് അടിപൊളിയാണ്. ഫ്രൂട്ടിയൊക്കെ കുടിക്കും. പക്ഷെ എനിക്കിത് എല്ലാവർക്കും ചങ്ക് ഇതാവൂല, ചിലർക്ക് മാത്രം, ചങ്ക് ഉള്ളവർക്ക് മാത്രം. ചങ്ക് എന്താ പറയണ്ടേ ബേബിയെ? ഇതെന്തായി? വീഡിയോ ഗൈസ്, ഇത് ഞങ്ങളെ നേർച്ചക്ക് ഒരു 4-5 പാക്കറ്റ് ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ കേട്ടോ. നേർച്ചക്ക് വെള്ളം കൊടുക്കാനും അതിലൊരു പാക്കറ്റ് ബാക്കിയായത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനൊക്കെ ജ്യൂസ് അടിച്ചിട്ട് തീർക്കാന്ന് അല്ല, കാലത്തായക്ക് ഒരു കട്ടോളം കൈ കൊടുത്താളാ. ആ മതി, അത്ര തണുപ്പ് മതിട്ടോ. അപ്പൊ നമുക്ക് ടേബിളിൽ നിന്ന് ഇറങ്ങാം. അങ്ങനെ നമ്മളെ ഫ്രൂട്ടി പോലത്തെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഫ്രൂട്ടിന്റെ രുചിയുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ആ റാക്കമുണ്ട് ബേബി, ആ മിക്സി വെച്ചോർത്ത് ബേബി അവിടെ ഇരിക്കുമ്പോ ഞാൻ റാക്കമ്മ വെക്കണ്ട. വന്നോട്ടെ അലന്റെ ഹല ഓർക്ക് ഈ ഗ്ലാസ് ആയിരിക്കും. കുടിച്ചോക്കൂ എന്നാ ബേബി വാ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. എല്ലാവരും പോയി കിടന്നു കേട്ടോ. ഫുഡല്ല, ഇപ്പം ഡിന്നറിന് ജ്യൂസ് ചെയ്യുന്നല്ലോ. അപ്പോൾ അതൊക്കെ കുടിച്ചു. എല്ലാവരും പോയി കിടന്നു. എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു വൈൻഡപ്പൊക്കെ എടുത്തതായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ വോയിസ് എന്തോ റെക്കോർഡായിട്ടില്ല. അപ്പോൾ അതാ വീണ്ടും ഞാനൊരു വൈൻഡപ്പ് കൊടുക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം. കമൻറ്റൊക്കെ വളരെ കുറവാണ് കേട്ടോ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.